അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ പ്രത്യേക ഒരു വിഷയം ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം നമുക്കൊക്കെ ഉപകരിക്കുന്ന, നമ്മുടെ മക്കൾക്ക് ഉപകരിക്കുന്ന, അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്കൊക്കെ ഉപകരിക്കുന്ന ഒരു സംഗതി. നമ്മളൊക്കെ മദ്രസയിലും സ്കൂളിലൊക്കെ പഠിച്ചവരാണ്. മദ്രസ 10 വരെ പോയവരൊക്കെ ഉണ്ടാവും. നമുക്ക് അറബി എഴുത്ത് എങ്ങനെയാണെന്ന് പലർക്കും അറിയുകയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പരിഷ്കരണം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരികയാണ്. എല്ലാവരും ഈ വീഡിയോ കണ്ട് പഠിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ അറബി എഴുത്തിനൊന്നും പുള്ളിയില്ലായിരുന്നു. പുള്ളിയില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ എന്നാണ് അതിന് പുള്ളി വന്നത് എന്നൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അത് അബ്ദുൽ മാലിക് ബിനു മർവാൻ്റെ കാലത്ത് അടുത്ത പരിഷ്കരണമുണ്ടായി. ഇറാഖ് ഗവർണർ ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ദുഅലി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യന്മാരായ നസ്ർ ബിനു ആസിം, യഹ്യ ബിനു യാമുർ എന്നിവർ അക്ഷരങ്ങൾ വേർതിരിച്ചുകൊണ്ട് അറിയാനുള്ള പുള്ളികൾ എന്ന് പറഞ്ഞാൽ നുക്ത, ഏജാം നൽകി അവർ ഫാഇന് ഒരു പുള്ളി താഴെയും കാഫിന് ഒരു പുള്ളി മുകളിലുമായിട്ട് അവർ അത് രൂപപ്പെടുത്തിയത്. അപ്പോൾ ഹറക്കത്തിൻ്റെ പുള്ളി ഒരു കളറിലും അക്ഷരങ്ങൾ തിരിച്ചറിയാനുള്ള പുള്ളി വേറെ ഒരു കളറിലും നൽകപ്പെട്ടു പോന്നു. അങ്ങനെയാണ് ആദ്യകാലങ്ങളിൽ അത് പോന്നിരുന്നത്. പിന്നീട് അത് വേറെ രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരുന്നു.